Hi dear friends, ഇന്നത്തെ വീഡിയോ കുറച്ച് കിച്ചൺ ടിപ്സുകളാണ്. നമ്മുടെ എല്ലാ വീഡിയോയിലെ പ്രധാനമായ ഒരു പ്രശ്നമാണ് പഞ്ചസാരയിൽ ഉറുമ്പ് കയറുക എന്നത്. 2-3 ഗ്രാമ്പു പഞ്ചസാരയിൽ ഇട്ട് വെക്കാമെങ്കിൽ പഞ്ചസാരയിൽ ഉറുമ്പ് കയറുന്നത് തടയാൻ പറ്റും. മീൻ വെട്ടുമ്പോൾ അടുക്കളയിലും കയ്യിലും മണം നിലനിൽക്കുന്നുണ്ടെങ്കിൽ മീൻ കഴുകുന്ന വെള്ളത്തിൽ കൊടിയില, അതായത് കുരുമുളകിൻ്റെ ഇലയും കല്ലുപ്പും ചേർത്ത് കഴുകുക. മണം നിലനിൽക്കില്ല, മീൻ നന്നായി വൃത്തിയാവുകയും ചെയ്യും. അടുക്കളയിൽ പാചകം ചെയ്തു കഴിഞ്ഞ് മണം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ 1 സ്പൂൺ വിനാഗിരിയും കുറച്ച് വെള്ളവും ചേർത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കുക. വാങ്ങുന്ന മീനിന് ചീക്കൽ മണമുണ്ടെങ്കിൽ അല്പം ഉപ്പും അല്പം വിനാഗിരിയും ചേർത്ത് 1/4 മണിക്കൂർ വയ്ക്കുക. മീനിനുള്ളിലെ അഴുക്ക് പോകുന്നത് കാണാം. അതിനുശേഷം പച്ചവെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കുക. പച്ചരി, കടല, വൻപയർ എന്നിവ പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ ചൂടുവെള്ളത്തിൽ ഇട്ട് കുതിർക്കുക. ചേന, ചേമ്പ് എന്നിവ അരിയുമ്പോൾ കൈകളിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ മാറ്റാൻ അരിയുന്നതിന് മുൻപ് കൈകളിൽ വെളിച്ചെണ്ണ പുരട്ടുക. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ മയം കിട്ടുന്നതിന് വേണ്ടി ചൂടുപാലോ ചൂടുവെള്ളമോ ഒഴിച്ച് കുഴയ്ക്കുക. മിക്സിയുടെ ജാർ വൃത്തിയാക്കാൻ ഏതെങ്കിലും ഡിഷ് വാഷ് 1-2 തുള്ളി ഒഴിച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ച് മിക്സി കറക്കുക. ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കുക. കൂർക്ക വൃത്തിയാക്കാൻ കൂർക്ക കുറച്ച് സമയം വെള്ളത്തിൽ കുതിരാൻ ഇടുക. അപ്പോൾ മണ്ണെല്ലാം കൂർക്കയിൽ നിന്ന് അടർന്നു പോകുന്നതായി കാണാം. ശേഷം നന്നായി മണ്ണ് കളഞ്ഞ് കഴുകിയെടുത്ത് പരിപരുത്ത ഒരു സഞ്ചിയിലിട്ട് ചെറുതായി പരിപരുത്ത ഒരു സ്ഥലത്ത് ഉരയ്ക്കുക. തൊലി മുഴുവൻ പോകുന്നതായി കാണാവുന്നതാണ്. വീണ്ടും നന്നായി കഴുകി ഉപയോഗിക്കുക. സവാള അരിഞ്ഞതിന് ശേഷം കയ്യിൽ മണം ഉണ്ടോ എങ്കിൽ കാപ്പിപ്പൊടി കയ്യിൽ ഇട്ട് തിരുമ്മുക. ശേഷം കഴുകിക്കളയുക. മണം പമ്പ കടക്കും.